നമുക്കിന്ന് പനീർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഈ പനീർ വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു സാലഡ് ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ ഒരു ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മയണൈസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹായ്, ഞാൻ ഫൗസിയ യൂസഫ്. വെൽക്കം ടു ടേസ്റ്റ് ട്രയൽസ്. ആദ്യം 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനെഗർ ഈ പാലിലേക്ക് ഒഴിക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും പാലൊന്ന് പിരിഞ്ഞു തുടങ്ങും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. പാലും കേർഡും സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി ഇങ്ങനെ ഉടനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും. കണ്ടോ? ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ പാത്രം എടുക്കുക. ഇതിൻ്റെ മേലേക്കൊരു മസ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു തിന്നായിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്ത് ഇടുക. എന്നിട്ട് ഈ പിരിഞ്ഞ പാല് നമ്മൾ ഈ ക്ലോത്തിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഇത് അരിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നത് ഇതിനകത്ത് പുളിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നാരങ്ങാനീര് ആഡ് ചെയ്തപ്പോൾ ഇതിൽ കുറച്ച് പുളി ഉണ്ടാവുമല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എക്സസ് വാട്ടർ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ഇതിനെ സെറ്റാവാനായിട്ട് വെക്കണം. സെറ്റാവാൻ വെക്കാനായിട്ട് നമ്മൾ ഈ ക്ലോത്തിനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നല്ല ടൈറ്റായിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നല്ലൊരു വെയിറ്റുള്ള എന്തെങ്കിലും സാധനം എടുത്ത് വയ്ക്കുക. ഞാനിവിടെ നമ്മുടെ ഇടിയലിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റുള്ള സാധനം എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ടൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നന്നായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഇത് നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലത്തുള്ള പനീർ കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ പണിയൊന്നുമില്ല. ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം മാത്രമാണ് ഒരു സമയം എടുക്കുന്നത്. ബാക്കിയെല്ലാം സിമ്പിൾ പ്രോസസ്സാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഞാനൊരു സാലഡ് ഡ്രസ്സിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു മയണൈസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 150 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ പനീറിന് ഒരു 150 ഗ്രാം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ഹണി, കുറച്ച് ചില്ലി ഫ്ലേക്സും 2 അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ക്രീമി ആയിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി മയണൈസ് കൂടിയാണ്. ഞാനിത് ചപ്പാത്തി റോൾസിലും ചേർത്ത് കഴിക്കാറുണ്ട്. പിന്നെ സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഡിപ്പായിട്ട് ഉപയോഗിക്കാം. അതിനൊക്കെ വളരെ നല്ലതാണിത് കേട്ടോ. സാലഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കടലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ ഈ സ്പ്രെഡും കൂടി എടുത്തിട്ട് ഈ പനീർ സ്പ്രെഡും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് കഴിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാലഡാണിത്. എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പനീർ ഉണ്ടെങ്കിൽ ഹോം മെയ്ഡ് പനീർ വെച്ചിട്ടുള്ള സ്പ്രെഡും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. താങ്ക് യു.